ഇല്ലല്ല, ഇത് വന്നിട്ട് പ്യോർലി ഫ്രണ്ട്ഷിപ്പ് ബോണ്ടാണ്. അത് ഉള്ളിലേ ഞാൻ നിറയെ വാട്ടി ഞാൻ പറഞ്ഞു, ഞാനും ശരി അർജുനും ശരി ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ. അതന്നെ, കൂടുതലാക്കി പ്ലീസ് കൊളാക്കല്ലേ. ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് ഞാൻ എന്റെയും അർജുന്റെയും. ആൻഡ് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ബോണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് നിങ്ങൾ നിറയെ എഡിറ്റ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചില എഡിറ്റ്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, നന്നായിട്ടുണ്ട് കാണാൻ. പക്ഷെ ഇതുവരേക്കും ഫ്രണ്ട്ഷിപ്പ് ആണ്, ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിൽ ഇതുവരേക്കും ഫ്രണ്ട്ഷിപ്പ്, ഇനി അങ്ങോട്ട് ഫ്രണ്ട്ഷിപ്പ് ഇതാണ്ടാവും. അപ്പൊ അത്രേ ഉള്ളൂ. പലരുടെയും ഡൗട്ട്. ഇപ്പൊ പലരും ഇരുന്ന് കരയുന്നുണ്ടാവും, അയ്യോ ശ്രീജൻ പോയെ. എന്തായാലും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ തന്നെ പോട്ടെ, എവർ ലാസ്റ്റ് ചെയ്യട്ടെ. പിന്നെ നമ്മൾ ബിഗ് ബോസിൽ ശ്രീതു പോയപ്പോ ഒരുപാട് പേര് ഹാപ്പി ആയി. ഓക്കെ, നമ്മൾ ഇത്രയും നാൾ അമ്മയറിയാതെ എന്നുള്ള സീരിയലിൽ കണ്ടുകൊണ്ടിരുന്ന ശ്രീതു അകത്ത് കയറി എന്ന് പറഞ്ഞപ്പോൾ പോലും ചിലർക്ക് ഭയങ്കര വിഷമായിരുന്നു. കാരണം നിഖിലിന്റെയും ശ്രീതുവിന്റെയും റീൽസ് അവർ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ പലരും ആ സമയത്ത് വിചാരിച്ചിരുന്നത് നിങ്ങൾ രണ്ടുപേരും റിലേഷനിലാണെന്ന് വിചാരിച്ചവരുണ്ട്. കാരണം നിങ്ങൾ ഓൺ സ്ക്രീനിൽ നല്ല കപ്പിൾസ് ആയിരുന്നു. സോ അങ്ങനെ വിചാരിച്ചവരുണ്ട്. ശരിക്കും നിഖിൽ ആരാ? ഫ്രണ്ട് ആണോ? നിഖിൽ ഫ്രണ്ടാണ്. അതെന്തറിയോ, നമുക്ക് അറിയില്ല. നമ്മളിപ്പോ ലൈക് പെയറായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്ത അത് സ്റ്റാർട്ടിംഗിൽ നിന്നേ ഉണ്ട്. അത് എനിക്കിന്ന് മാത്രമല്ല, എല്ലാ സീരിയൽ ആക്ടേഴ്സ് അറിയാലോ. അതുകൊണ്ടാ. അപ്പൊ ഇതേപോലെ എന്റെ അടുത്തും ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ സീതാ കല്യാണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും ഞാനും ജിത്തു ഏട്ടനും കല്യാണം കഴിക്കോ, പലരും പറഞ്ഞു കേട്ടു ഞങ്ങൾ റിംഗ് എക്സ്ചേഞ്ച് വരെ കഴിഞ്ഞു. അതാണ് അപ്പൊ ഇങ്ങനത്തെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ പലരുടെയും മനസ്സിലുള്ള ഡൗട്ടുകളായിരിക്കും ക്ലിയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോ നിഖിലുമായിട്ട് നല്ല ഫ്രണ്ടാണ്. ശരി, ഓക്കെ. അപ്പൊ പിന്നെ ചുറ്റും വീട്ടുകാരും നാട്ടുകാരൊക്കെ എന്താണ്, ഭയങ്കര പ്രൗഡാണോ? വെരി പ്രൗഡ്. നല്ല ലൈക്ക് ഒരു പോസിറ്റീവ് ആയിട്ട് എനിക്ക് വന്നിട്ടുണ്ട് റിവ്യൂസ് എല്ലാമേ. പ്ലസ് എന്നെ വന്നിട്ട് ரொம்ப ജെന്യൂനാ, ഒരു നല്ല ഒരു ഹ്യൂമൻ ബീയിങ് എന്നാണ് പറയുന്നത്. വെളിയിൽ വന്ന ശേഷം ഞാൻ കാണുന്ന ഇതൊക്കെ അങ്ങനെയാണ് പറഞ്ഞത്. ലൈക്ക് നല്ല പോയി കളിച്ചിട്ട് വന്നിട്ടുണ്ട്. ലൈക്ക് ഗെയിമിന് ഒന്ന് ഓരോരുത്തരെ എമോഷണലി ഡ്രെയിൻ ആക്കാണ്ട് ലൈക്ക് അറ്റാക്ക് ചെയ്യാണ്ട് നീ ആയിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കടൈസി വരയ്ക്ക് മേ ബി 97 days അവിടെ സർവൈവ് ചെയ്തത്. എന്റെ പൊന്നെ പറ്റുന്നില്ല. അത് സത്യം വലിയ കാര്യം കേട്ടോ. എത്ര പേര് എന്തെന്തൊക്കെ പറയും നമ്മള്, ബട്ട് അതെല്ലാം മീറി നമ്മള് അത്ര ദിവസം വന്നത് നിൽക്കുന്ന ഒട്ടും ചെറിയ കാര്യമേ അല്ല. ആൻഡ് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഫാൻസില് അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്നവരില് കുറെ കുട്ടികളും അതേപോലെ യങ്സ്റ്റേഴ്സ് ഒക്കെ കൊറിയൻ ഡ്രാമാസ് ഒക്കെ കാണുന്നവരായിരിക്കും. ശ്രീധുവിനെ കാണുമ്പോൾ അതിലുള്ള കൊറിയൻ ക്യാരക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, നല്ല ഭംഗിയുള്ള പ്രിറ്റി ആയിട്ട്. അപ്പൊ അവര് അങ്ങനെയുള്ള ഒരു കമ്പാരിസൺ നടത്തിയിട്ടുണ്ടായിരുന്നു. ലൈക്ക് റീൽസ് വരുമ്പോഴാണെന്നുണ്ടെങ്കിലും ഫേസിലുള്ള ഫീച്ചേഴ്സ് ആയാലും ആ ഒരു കൊറിയൻ ഡ്രാമയിലൊക്കെ ഉള്ള പോലത്തെ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി. ആൻഡ് കുറെ പേര് അങ്ങനത്തെ ഞാൻ വീഡിയോസും കണ്ടിട്ടുണ്ടായിരുന്നു. ശ്രീധുവിന് അങ്ങനെ പേഴ്സണലി ആരെങ്കിലും മെസ്സേജ് ചെയ്തോ? ഇതുവരെ കേട്ടിട്ടേ ഇല്ല. ആദ്യമായിട്ടാ കൊറിയൻ, അവരുടെ മൂഞ്ചിയെ വേറെ തന്നെ. അല്ല അങ്ങനെയല്ല മീൻസ് ഇൻ എ ഗുഡ് വേ. ഇല്ല, ഗുഡ് വേ. അവരുടെ ഫീച്ചേഴ്സ് ആയാലും